നമ്മൾ 22ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 22ാമത്തെ ചോദ്യം എന്താ മക്കളെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ദിസ് ആക്ച്വലി NH2 NaNO2. ദിസ് ഇസ് ആക്ച്വലി ഡൈസെറ്റൈസേഷൻ റിയാക്ഷനെയും കപ്ലിംഗ് റിയാക്ഷനെയും കണക്ട് ചെയ്തിട്ട്, അതായത് അമീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ഡൈസെറ്റൈസേഷൻ റിയാക്ഷനെയും കപ്ലിംഗ് റിയാക്ഷനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. ടോട്ടൽ നമ്പർ ഓഫ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഇൻ ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് C ഫോം. ഈ പ്രൊഡക്റ്റ് സിയിൽ ഫോം ചെയ്തിരിക്കുന്നതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന്റെ എണ്ണം, അതാണ് നിങ്ങൾ പറയേണ്ടത്. നമുക്ക് നോക്കാം. എന്താ മക്കളെ വരിക? ഇവിടെ എനിക്കൊരു ബെൻസീൻ ഉണ്ട്, OCH2 CH3, ഇത് NH2. ഇതിലേക്ക് ഞാൻ NaNO2 HCl 0 to 5 degree സെൽഷ്യസ് ആഡ് ചെയ്തു. നൗ എനിക്കൊരു A കിട്ടൂ അല്ലേ? എന്തായിരിക്കും എനിക്ക് കിട്ടുന്ന A? ബാക്കി ഇവിടെ മാറ്റമൊന്നുമില്ല. ഇവിടെ OCH2 CH3 N2Cl കിട്ടും. This I am reacting with phenol in the presence of NaOH plus HCl. നമുക്ക് എന്ത് കിട്ടും മക്കളെ? വി വിൽ ഗെറ്റ് കപ്പിൾഡ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഇവിടെ എന്ത് ചെയ്യും? OH, ഇവിടെ N ഡബിൾ ബോണ്ട് N, ഫിനോള് OCH2 CH3. ഇതിലേക്ക് ഞാൻ ഇനി എന്താ ആഡ് ചെയ്യുന്നു? ഐ എം ആഡിങ് NaOH in the presence of CH3 CH2Br. വില്യംസൺ സിന്തസിസിലാണ്. ഫിനോളിന്റെ അവിടെ നമ്മൾ ഈതർ സിന്തസിസിലേക്കാണ് പോകുന്നത്. ഫിനോളിന്റെ OHന്റെ അവിടെ വാട്ട് യു ക്യാൻ ഗെറ്റ്? നമുക്ക് എന്തായിരിക്കും കിട്ടുക? യു ക്യാൻ ഗെറ്റ് ഇവിടെ OCH2 CH3 N ഡബിൾ ബോണ്ട് N, ഇവിടെ OCH2 CH3. ഇതിലുള്ള sp3 കാർബൺ ആറ്റംസ്, ഈ കാർബൺ sp3 ആണ്, ഈ കാർബണും sp3 ആണ്, ഈ കാർബൺ sp3 ആണ്, ഈ കാർബണും sp3 ആണ്. വിച്ച് മീൻസ് നമുക്കിവിടെ 4 sp3 കാർബൺ ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആൻസർ വിൽ ബി 4. നമ്മുടെ ആൻസർ എന്ത് വരും? 4 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? sp3 കാർബൺ ആറ്റംസിന്റെ എണ്ണം 4 ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി ദ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട്. അപ്പോൾ റിയാക്ഷനെ ബേസ് ചെയ്തിട്ട്, ഓർഗാനിക് എന്ന് ചോദിക്കുന്ന ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആയിട്ട് റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് sp3 കാർബൺ ആറ്റംസിന്റെ എണ്ണം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ.